നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഏകാഗ്രമായ ധ്യാനജപങ്ങളിലൂടെ കരുത്താർജിക്കുന്ന മനസ്സിന് കാലത്തിനു മുൻപേ സഞ്ചരിക്കാൻ കഴിയും. ഭാരതീയരായ ഋഷിവര്യന്മാർ ഏറെക്കുറെ ഇങ്ങനെയുള്ളവരായിരുന്നു. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. തിരുവിതാംകൂട് ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഭക്തർ തൃപ്പന്നിക്കോട് മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് നീങ്ങും. 11ാം ശിവാലയമായ ഇവിടെ പ്രസന്നഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഹിരണ്യ നിഗ്രഹത്തിനായി വരാഹരൂപം ധരിച്ച വിഷ്ണു കർമ്മശേഷം സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു പോയില്ല. ഈ അവസ്ഥ ലോകനാശത്തിന് കാരണമായേക്കാം എന്നതിനാൽ മഹാദേവൻ പ്രത്യക്ഷനാകുകയും ഇവിടെ വച്ച് വരാഹത്തിന്റെ കൊമ്പ് മുറിച്ച് വിഷ്ണുവിനെ സ്വന്തം രൂപത്തിലേക്ക് മാറ്റി എന്നുമാണ് വിശ്വാസം. ഇതിന്റെ പിൻബലത്തിലാണ് ഇവിടെ തൃപ്പന്നിക്കോട് എന്നറിയപ്പെടുന്നത്. 1820 ശ്രീമൂലം തിരുനാൾ ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതായി ചരിത്രരേഖകളിൽ കാണാം. മുൻകാലങ്ങളിൽ ഒരു പ്രദേശത്തെ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ ദിവസങ്ങളിൽ പ്രാർത്ഥനയും ഭജനയും ഉണ്ടായിരുന്നു. അറിവ്, ഭക്തി എന്നിവയ്ക്ക് പുറമെ സ്നേഹ സൗഹൃദങ്ങളുടെ കൂട്ടായ്മയും ഇത് വാഗ്ദാനം ചെയ്യുന്നു. അത്തരം നല്ല ദിനങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് പോകാം. നമ ശിവായയാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. നമ ശിവായയാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. മനസ്സിൽ വന്നുദിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശനാഹരേ. മനസ്സിൽ വന്നുദിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശനാഹരേ. നമ ശിവായയാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. നമ ശിവായയാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. മനസ്സിൽ വന്നുദിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശനാഹരേ. മനസ്സിൽ വന്നുദിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശനാഹരേ. മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണ മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും. മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണ മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും. മനസ്സിൽ വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകണേ. നമ ശിവായ പാർവതീശ പാപനാശനാഹരേ. മനസ്സിൽ വന്നു വ്യാധി വേരറുത്തു ശാന്തി നൽകണേ. നമ ശിവായ പാർവതീശ പാപനാശനാഹരേ.
ശിവായ നാമമോതുവാൻ എനിക്കുമുണ്ടൊരാഗ്രഹം. ശിവാകൃപാകടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം. ശിവായ നാമമോതുവാൻ എനിക്കുമുണ്ടൊരാഗ്രഹം. ശിവാകൃപാകടാക്ഷമറ്റെനിക്കുമില്ലൊരാശ്രയം. ശിവായ ശംഭുവിൻ പദാരവിന്ദമോടു ചേർക്കണം. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. ശിവായ ശംഭുവിൻ പദാരവിന്ദമോടു ചേർക്കണം. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. വലിയ മാമലമകളെ വാമഭാഗെ വച്ചതും വഴിയൊടു പകുത്തു പാതി ദേഹവും കൊടുത്തതും. വലിയ മാമലമകളെ വാമഭാഗെ വച്ചതും വഴിയൊടു പകുത്തു പാതി ദേഹവും കൊടുത്തതും. വടിവൊടങ്ങു ഗംഗചന്ദ്രമൗലിയിൽ ധരിച്ചതും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. വടിവൊടങ്ങു ഗംഗചന്ദ്രമൗലിയിൽ ധരിച്ചതും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. യമൻ വരുന്ന നേരമങ്ങെനിക്കു പേടി പോക്കുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെയൊന്നു നോക്കണം. യമൻ വരുന്ന നേരമങ്ങെനിക്കു പേടി പോക്കുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയോടെ യമനെയൊന്നു നോക്കണം. ഇണങ്ങി നിന്ന ദേഹി ദേഹമോടു വേർപൊടുമ്പോഴും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. ഇണങ്ങി നിന്ന ദേഹി ദേഹമോടു വേർപൊടുമ്പോഴും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. നമഃ ശിവായ യാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. നമഃ ശിവായ യാദിയായൊരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും. മനസ്സിൽ വന്നു ദിപ്പതിന്നനുഗ്രഹിക്കവാണിയും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. മനസ്സിൽ വന്നു ദിപ്പതിന്നനുഗ്രഹിക്കവാണിയും. നമഃ ശിവായ പാർവതീശ പാപനാശനാ ഹരേ. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുടെ താഴ്വാരത്തിലാണ് അരുണാചലേശ്വര ക്ഷേത്രം. പഞ്ചഭൂത പ്രതീകങ്ങളായ ക്ഷേത്രങ്ങളിൽ ഇത് അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. അരുണാചലേശ്വര ക്ഷേത്രത്തെയും അവിടുത്തെ ശിവരാത്രി ആഘോഷങ്ങളെയും വിശദമാക്കുന്നു ഇന്നത്തെ കഥയമ്മ. എല്ലാവർക്കും നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള ശിവരാത്രി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആയി. ഭഗവാൻ മഹാദേവനെ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ ഭീതിയോടുകൂടി കാണുന്ന ഒരു ഭാഗമാണ് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ്. തൃക്കണ്ണ് തുറന്നാൽ എല്ലാം ഭസ്മം എന്നാണ് പൊതുവിൽ നമ്മൾ പറയാറുള്ളത്. ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അവസാനിക്കും, ഭസ്മമായി തീരും, സർവ്വത്തിൻ്റെയും സംഹാരം നടക്കും എന്നൊക്കെ പറയാറുണ്ട്. ആ മൂന്നാമത്തെ കണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് അഗ്നിയാണ് എന്നാണ്. ആ അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാൻ കാമദേവനെ ദഹിപ്പിച്ചിട്ടുള്ളത്. ആ അഗ്നി കൊണ്ടാണ് ഭഗവാൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ദഹിപ്പിക്കാനുള്ള ഭഗവാന്റെ മൂലകാരണമായിട്ട് വർത്തിക്കുന്നത് ആ തൻ്റെ ഉള്ളിലുള്ള ജ്ഞാനാഗ്നി തന്നെയാണ്. അത് തന്നെയാണ് മൂന്നാമത്തെ കണ്ണിലുള്ളത്. അഗ്നിയുമായിട്ട് ശിവന് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നാലാമത്തെ ലിംഗം അഗ്നിലിംഗമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ആ തിരുവണ്ണാമലയിലുള്ള ആ അരുണാചലേശ്വരനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആ നാലാമത്തെ ലിംഗം അഗ്നിലിംഗം അരുണാചലേശ്വരൻ. അരുണാചലേശ്വരനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുടെ കഥ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു പരിധിവരെ ഇത് ശിവരാത്രി മഹാത്മ്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.
അരുണാചലത്തിലുള്ള ഭഗവാന്റെ രൂപം അഗ്നിസ്വരൂപമാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ നിദ്രയിൽ നിന്ന് എണീറ്റ സമയത്ത് അദ്ദേഹം കണ്ടത് ഒരു വലിയ അഗ്നിസ്തംഭം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ ആദിയും അതിൻ്റെ അന്ത്യവും എവിടെയാണെന്ന് തിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയും, അദ്ദേഹത്തിനും സാധിച്ചില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു മത്സരം അവിടെ വെച്ച് നടത്തുകയാണ്. ആരാണോ ഈ അഗ്നിസ്തംഭത്തിൻ്റെ അഗ്രഭാഗം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും വിജയി. അങ്ങനെ ബ്രഹ്മാവ് ഒരു ഹംസത്തിൻ്റെ രൂപമെടുത്ത് ശിവലിംഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കും വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്തുകൊണ്ട് താഴത്തേക്കും സഞ്ചരിച്ചു എന്നാണ്. ഈ സമയത്താണ് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു കൈതപ്പൂവിൻ്റെ കഥ. ആ കൈതപ്പൂവ് താഴേക്ക് വരുന്നു മുകളിൽ നിന്ന്. ഹംസത്തിൻ്റെ രൂപത്തിലുള്ള ബ്രഹ്മാവ് പറയുന്നു, നീ എനിക്ക് വേണ്ടി സാക്ഷി പറയണം, ഞാൻ ഇതിൻ്റെ അഗ്രഭാഗം കണ്ടിട്ടുണ്ട് എന്ന് പറയണം. കൈതപ്പൂവ് പാവം ബ്രഹ്മാവിനെ പേടിച്ച് താഴെ വന്ന് വിഷ്ണുവിനോട് പറയുന്നു, ഇദ്ദേഹം ഇതിൻ്റെ മുകൾ ഭാഗം കണ്ട ആളാണ്, ഞാനാണ് അതിന് സാക്ഷി എന്നും. ഈ സമയത്ത് ആ ഭഗവാന്റെ അഗ്നിസ്വരൂപ ലിംഗത്തിൽ നിന്ന് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ആവിർഭാവം ഉണ്ടായി എന്നാണ്. ചതിയിലൂടെ വഞ്ചനയിലൂടെ കള്ളം പറഞ്ഞുകൊണ്ട് ജയിച്ച ബ്രഹ്മാവിനെ അദ്ദേഹം ശപിച്ചു അവിടെ വെച്ച് എന്നാണ്. അദ്ദേഹം ശപിച്ചത്, താങ്കൾ ആരാധ്യനല്ലാതായി പോകട്ടെ, ഒരാളും താങ്കളെ പൂജിക്കാതിരിക്കട്ടെ, താങ്കൾക്ക് ഒരു തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഇല്ലാണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ശപിച്ചു എന്നാണ്. എപ്പോഴും സത്യസന്ധതയോടൊപ്പം നിന്ന വിഷ്ണുവിനെ അദ്ദേഹം അനുഗ്രഹിച്ചു എന്നും പറയും. അങ്ങയ്ക്ക് നിരവധിയായിട്ടുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാവട്ടെ, ലോകം മുഴുവൻ അങ്ങയെ ആരാധിക്കട്ടെ എന്ന് മഹാദേവൻ മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചു എന്നും പറയാറുണ്ട്. അങ്ങനെ അഗ്നിസ്തംഭമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തെയാണ് നമ്മൾ ഇന്ന് അരുണാചലേശ്വരനായിട്ട്, തിരുവണ്ണാമലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അവിടെയുള്ള ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ അഗ്നിയുടെ രൂപത്തിലുള്ള ശിവനാണ്. എന്തിനേയും ദഹിപ്പിക്കുന്ന എന്ന പദത്തിനേക്കാൾ കുറച്ചുകൂടെ അനുയോജ്യമാണ് എന്തിനേയും ശുദ്ധീകരിക്കുന്ന ഭഗവാൻ. പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണത്. വായുവിനെ ഒരു മോശം ഗന്ധം കൊണ്ട് മലിനാക്കാൻ സാധിക്കും. ജലത്തിൽ മാലിന്യം ഇട്ട് കഴിഞ്ഞാൽ ജലവും മലിനമായി. ഭൂമിയിലും അല്പം ചപ്പുചവറുകളൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ഭൂമിയും മലിനമാവും. ഒരു മോശം വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷവും മലിനമാവും. ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളെയൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഭൂതങ്ങളെയൊക്കെ തന്നെ അത് മലിനപ്പെടുത്തും. എന്നാൽ അഗ്നിക്ക് എങ്ങനെയാണ്? ആ മാലിന്യത്തെ അഗ്നി കത്തിച്ച് അതിനെ ശുദ്ധീകരിച്ച് സ്വയം ശുദ്ധീകരിക്കും. ഇത് അഗ്നിക്ക് മാത്രമുള്ള ഒരു വിശേഷതയാണ് മറ്റു ഭൂതങ്ങളിൽ നിന്ന്. അതുകൊണ്ട് മഹാദേവന്റെ അഗ്നിസ്വരൂപത്തിലുള്ള ലിംഗം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ആത്മശുദ്ധീകരണത്തിൻ്റെ കേന്ദ്രമായിട്ട് വേണം അതിനെ കാണാൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ പറഞ്ഞ ത്രിഗുണങ്ങളിൽ സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ എന്തോ ആയിക്കോട്ടെ, ആ ഗുണങ്ങളിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ബ്രഹ്മത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ദഹിപ്പിച്ച് ആ ബ്രഹ്മബോധം നമുക്ക് ഉണ്ടാവണം. അതിന് അഗ്നിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ അഗ്നിയുടെ സ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് അരുണാചലേശ്വരൻ. മറ്റൊരു കഥയിൽ അനുസ്മരിക്കാറുണ്ട്, ശ്രീപാർവതി ദേവി ഭഗവാന്റെ കണ്ണ് പൊത്തിയ സമയത്ത് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു എന്നും അവിടെ ഒരു അഗ്നിസ്തംഭം ഉണ്ടായി എന്നും ദേവി പരിഹാരാർത്ഥം ആ അഗ്നിസ്തംഭത്തെ ഭൂമിയിൽ പോയി ജനിച്ച് പൂജിച്ചു എന്നും കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം ഭഗവാൻ ദേവി വിവാഹം കഴിച്ചു എന്നും അങ്ങനെ ഒരു കഥയുണ്ട്. അതും അരുണാചലമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. കാർത്തിക ദീപം അരുണാചലത്തിന് വലിയ പ്രസിദ്ധിയുള്ള ഒരു ഉത്സവമാണ്. അന്നേ ദിവസം ഈ ജ്യോതിർലിംഗ രൂപത്തിലുള്ള ശിവനെ നമുക്കവിടെ ദർശിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിൽ അത് വെറും ചൂട് കത്തിക്കുന്നത് എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അത് വെളിച്ചാണ്, അത് അറിവാണ്. അറിവിൻ്റെ സ്വരൂപത്തിലുള്ള ഭഗവാൻ അതാണ് അരുണാചലേശ്വരൻ. ഏതൊരു ഭഗവാനെയാണോ നമ്മൾ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് ആരാധിക്കുന്നത്, ആ ഭഗവാൻ തന്നെയാണ് അരുണാചലേശ്വരൻ. അദ്ദേഹം പൊറുക്കാത്തതായിട്ട് ആ ക്ഷേത്രോൽപത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ചതി, വഞ്ചന, കള്ളം പറയുന്ന സ്വഭാവം ഇതൊന്നും ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ്. പരാജയപ്പെട്ടാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരാജിതൻ്റെ കൂടെ ഭഗവാൻ നിൽക്കും. വിജയിക്കാൻ വേണ്ടി നുണ പറയുന്നവരെ ഭഗവാൻ നിന്ദ്യരാക്കും. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു മഹത്വം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുശീലങ്ങളുള്ള ആളുകളും അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവാറുണ്ട് എന്നും മഹാത്മാക്കൾ പറയാറുണ്ട്. അപ്പോൾ ശിവരാത്രി ദിവസം ഭഗവാനെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഈ പഞ്ചഭൂതലിംഗങ്ങളിൽ അഗ്നിലിംഗ സ്വരൂപത്തിലിരിക്കുന്ന തിരുവണ്ണാമലയിൽ ഇരിക്കുന്ന അരുണാചലേശ്വരനെ കൂടി ഇന്നേ ദിവസം നമ്മൾ ദർശിച്ചു മനസ്സുകൊണ്ട് എന്ന് കരുതി കുടുംബസമേതം നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ പഞ്ചാക്ഷരം ജപിക്കാൻ സാധിക്കട്ടെ. ആ ഭഗവാനാകുന്ന അഗ്നി ജ്വലിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവനോടെ ഉള്ളതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ നമസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നിലിംഗത്തെ നമ്മൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഇനി പഞ്ചഭൂതലിംഗങ്ങളിൽ ഒരു ലിംഗം കൂടിയാണ് അവശേഷിക്കുന്നത്. അത് ആകാശലിംഗമാണ്. ആ ആകാശലിംഗത്തിൻ്റെ കഥ നാളെ നമുക്ക് അനുസ്മരിക്കാം. ഇന്നേ ദിവസം ഈ ഭഗവാന്റെ അഗ്നിലിംഗത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ദേവീ സ്തുതിയോടുകൂടി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. വലിയ ഉദയേശ്വരം അഥവാ വലിയ ഉദിയാദിച്ചപുരം മഹാദേവ ക്ഷേത്രം പഴയ കടകംപള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ആനയറയിൽ അരശുമൂട് ഭാഗത്താണ് ഈ ദിവ്യസന്നിധി സ്ഥിതി ചെയ്യുന്നത്. അതിപ്രൗഢിയോടെ നിലകൊള്ളുന്ന വലിയ കമാനം കടന്നു ചെന്നാൽ ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന പഴമയുടെ ദിവ്യസുഗന്ധം തങ്ങി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരാം. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ ധ്യാനയുക്തം സദാ ജ്ഞാനകൽപ്പം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം ഭജേ പാർവതീ വല്ലഭം നീലകണ്ഠം. ഇതിന്റെ ഐതിഹ്യങ്ങളിലൂടെ നടന്നു ചെന്നാൽ എത്തിച്ചേരുന്നത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തിലേക്കാണ്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ ഒരാളായിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രമെന്നും അതിനാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂർ രാജവംശത്തിലെ ആരും തന്നെ ഇവിടെ വരാറില്ലായിരുന്നു എന്നുമാണ് വിശ്വാസം. എന്നാൽ തിരുവിതാംകൂർ രാജവംശം ഈ ക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിന് കാരണമായി പറയുന്ന മറ്റൊരു ഐതിഹ്യമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായി മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയ കാലം രാവും പകലും രണ്ട് നിഴൽ രൂപങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതാകട്ടെ രാജാവിനല്ലാതെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞതുമില്ല. രാജാവ് ആകെ അസ്വസ്ഥനായി. അന്ന് ആനയറയ്ക്ക് സമീപമുണ്ടായിരുന്ന വൈദ്യനും സിദ്ധനുമായ ഒരാളോട് രാജാവ് വിവരങ്ങൾ പറഞ്ഞു. രാജാവിനെ പിന്തുടരുന്ന നിഴൽ രൂപങ്ങൾ വീരരക്ഷസും ബ്രഹ്മരക്ഷസുമാണെന്നും വലിയാദിച്ചപുരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് അവയെ അവിടെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു നോക്കാതെ രക്ഷപ്പെട്ടു പോകണം എന്നുമായിരുന്നു ഉപദേശം. അപ്രകാരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന അദ്ദേഹം രക്ഷസുകളെ ഒഴിവാക്കി പിൻവാതിലിലൂടെ തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രം വിട്ടുപോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. രക്ഷസുകൾ ഒപ്പം കൂടും എന്ന് പേടിച്ച് പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നതുമില്ല. ഈ രണ്ട് കഥകൾക്കും ചരിത്രപരമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഇല്ലെങ്കിലും ഇവ വിരൽ ചൂണ്ടുന്നത് ക്ഷേത്രത്തിന്റെ പഴമയിലേക്കും അക്കാലം മുതലുണ്ടായിരുന്ന പ്രാധാന്യത്തിലേക്കുമാണ്. ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തുമായി ബ്രഹ്മരക്ഷസിന്റെയും വീരരക്ഷസിന്റെയും ആരാധനാലയങ്ങൾ കാണാം. രക്ഷസിന് രൂപപ്രതിഷ്ഠ ഉള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഇതുമാത്രമാകാനാണ് വഴി. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പീഠ ആരാധനയാണ് പതിവ്. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. അതിവിശാലമായ പറമ്പിൽ വട്ടശ്രീകോവിലോടെയും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച പ്രൗഢമായ നാലമ്പലത്തോടെയും വിരാജിക്കുന്ന
ഈ പുണ്യക്ഷേത്രത്തിൽ ലിംഗരൂപത്തിൽ കുടികൊള്ളുന്ന ശിവൻ തപോലീനൻ ആണ് എന്നതാണ് സങ്കല്പം. പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഈ ശിവസന്നിധിയിൽ നന്ദി പ്രതിഷ്ഠ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. തിരുജടയിൽ ഗംഗയും തിരുമിഴിയിൽ അഗ്നിയും തിരുമയിൽ ഭസ്മവും വ്യോമകേശവും അണിനാഗഭൂഷണങ്ങൾ. പ്രാചീന കാലത്ത് ഇവിടം വിശാലമായ പാടമായിരുന്നു എന്നും അവിടെ പണിക്കെത്തിയിരുന്ന തൊഴിലാളികൾ ജഡയപ്പൻ എന്നൊരു മൂർത്തിയെ മദ്യവും പടുക്കയും നൽകി ആരാധിച്ചിരുന്നു എന്നും കരുതപ്പെടുന്നു. ജഡാധാരിയായ ശിവന്റെ തന്നെ ഒരു പ്രാകൃത പ്രതീകമായിരുന്നു ജഡയപ്പൻ എന്ന് വേണം കരുതാൻ. ജഡയപ്പൻ എന്ന പേര് കാലാന്തരത്തിൽ ചടയപ്പൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങി. ഇന്നും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ഉപദേവനാണ് ചടയപ്പൻ. ഒരു കണ്ണിൽ കാലവും കേളിയാടുന്നു, കരിത്തോലണിഞ്ഞു നൃത്തമാടും. തപസ്സിൽ ലയിച്ചിരിക്കുന്ന ശിവനെ വണങ്ങി ഭക്തജനങ്ങൾ തങ്ങളുടെ ആവലാതികൾ ചടയപ്പന് മുന്നിലെത്തി പറയുന്നു. മഹാദേവൻ തപസ്സിൽ നിന്നുണരുന്ന ഇടവേളകളിൽ ചടയപ്പൻ ഭക്തരുടെ പരിദേവനങ്ങൾ മഹാദേവനെ അറിയിച്ചുകൊള്ളുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ഒരു രുദ്രാക്ഷമരത്തിന് സമീപമാണ് ചടയപ്പന്റെ ആരാധനാലയം. മാടൻ, ഗണപതി, ശാസ്താവ് തുടങ്ങിയ ഉപദേവതമാരെയും നമുക്കിവിടെ കാണാം. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ. ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി വിശാലമായ കാവും കുളവും കാണാം. ഇതിനടുത്താണ് നാഗദൈവങ്ങളുടെ ആരാധനാ സന്നിധി. ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സമീപത്തുള്ള പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്നത് ഈ കുളത്തിലാണ്. വൃശ്ചിക മാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ ശിവരാത്രി പോലെ മറ്റ് ശിവക്ഷേത്രങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും ഇവിടെയുമുണ്ട്. ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ. ചരിത്രവും ഐതിഹ്യവും മാത്രമല്ല, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ തലമുറകളായുള്ള വിശ്വാസം എന്ന മഹത്തായ അടിത്തറയുടെ മേൽ കുടികൊള്ളുകയാണ് വലിയ ഉദയേശ്വരത്തപ്പൻ എന്ന വലിയ ഉദയാദിച്ചപുരത്തപ്പൻ. നമുക്കും ഒരു വേള ഈ സന്നിധിയിൽ തൊഴുതു മടങ്ങാം. മാതംഗ ചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. വസിഷ്ഠേന കൃതം സ്തോത്രം സർവരോഗനിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാദിവർദ്ധനം. ത്രിസന്ധ്യം യപഠേന്നിത്യം സഹി സ്വർഗമവാപ്നുയാത്. സഹനശക്തിയോടെയും ഭക്തിയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.